ജോർജ് സാറാണ്. ഇവിടെ അടുത്ത് ഒരു ഹോം മീറ്റിംഗിൽ പോയാണ് ഞാൻ ഇതിനകത്ത് ജോയിൻ ചെയ്യുന്നത്. എനിക്ക് എല്ലാവരും ഉൽപ്പന്നങ്ങൾ കഴിച്ച് വരുന്നു എന്ന രീതിയിൽ, പക്ഷെ ഞാൻ ഉൽപ്പന്നം കഴിച്ചല്ല വന്നത്. ഞാൻ ഈ ഹോം മീറ്റിംഗ് കൂടി തിരിച്ചു വന്നപ്പോൾ എന്റെ കൂട്ടുകാരി എന്നോടൊരു കംപ്ലൈന്റ് പറഞ്ഞു, ഒക്കെ ഗ്യാസിന്റെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, കൈപ്പതനും വേദനയാണ്, ജോലി ചെയ്യാൻ പറ്റണില്ല. അപ്പൊ ഞാനൊരു പരീക്ഷണം കൂട്ടുകാരിയിലാണ് ആദ്യമായിട്ട് നടത്തുക എന്നുള്ളൊരു സത്യാവസ്ഥ പറയട്ടെ. പെട്ടെന്ന് ഞാൻ എന്നെ പ്രൊഡക്റ്റ് ഉണ്ടല്ലോ തരാമല്ലോ എന്നും പറഞ്ഞ് നമ്മുടെ ഇമ്മോണോ 3+ ക്യാപ്സൂൾ ആണ് അവൾക്ക് കൊടുക്കുന്നത്. അവൾക്കത് കൊടുത്തൊരു 10 ക്യാപ്സൂൾ കൊടുത്തു കഴിഞ്ഞപ്പോ നല്ല റിസൾട്ട് അവൾക്ക് കിട്ടി. അവള് പറഞ്ഞു, യോടി ഇത് നല്ല, ഞാൻ ഒത്തിരി മരുന്നൊക്കെ കഴിച്ചു, പക്ഷെ എനിക്ക് ഒരു മാറ്റവും കിട്ടില്ല. ഇത് കഴിച്ചൊരു 3 ക്യാപ്സൂൾ എടുത്തു കഴിഞ്ഞപ്പോ തന്നെ എനിക്ക് നല്ല മാറ്റം വന്നു. ഞാൻ പറഞ്ഞു, വെള്ളം നീ നന്നായിട്ട് കുടിക്കണം കേട്ടോ എന്ന് പറഞ്ഞ്. അത് കഴിയുമ്പോ അവരുടെ കമ്പനി ജോലി ചെയ്യുന്ന ഒരാൾക്ക് ഇതുപോലെ പൊള്ളൽ വന്ന് ഭയങ്കരമായിട്ട് ഇതായി. അപ്പൊ എന്നോട് ചോദിച്ചു, അതിന് എന്തെങ്കിലും ചെയ്യാനുണ്ടോ ചേച്ചി എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഉണ്ടല്ലോ തരാമല്ലോ. വൂണ്ട് ഹീലിംഗ് കൊടുത്തു. അതും ഭയങ്കര വലിയൊരു റിസൾട്ട്. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് ഈ സംരംഭത്തിലേക്ക് കടന്നു വരുന്നത് തന്നെ. എന്റെ വീട്ടിൽ കിട്ടിയ റിസൾട്ടുകളാണ് എനിക്ക് പറയാനുള്ളത്. എന്റെ അമ്മയ്ക്ക് ശ്വാസം മുട്ടലായിട്ട് ഭയങ്കര ഇപ്പം 1 വർഷം എടുക്കാറായിട്ടുണ്ടെന്ന് തോന്നുന്നു. ജനുവരി മാസം വരുമ്പോ അമ്മയ്ക്ക് ഭയങ്കര വിഷയങ്ങളാണ്. ഭയങ്കര അമ്മ ഒരു കുഴപ്പമില്ലാതെ കിടന്നു. നേരം ഒരു 10-11 മണി കഴിഞ്ഞപ്പോ പെട്ടെന്ന് വിളിക്കണോ. അപ്പം ഞാൻ ചോദിച്ചു, എനിക്ക് തീർത്തും പാടില്ല. അമ്മച്ചി പറയാൻ പറ്റില്ല. അമ്മച്ചി കിടക്കണ കേൾക്കുന്നു, ബാത്റൂമിൽ കൊണ്ടാകാൻ പറയണു. ആകെ ഭയങ്കര ഒരു ബഹളം. എല്ലാവരെയും വിളിച്ചു കൂട്ടി. അമ്മച്ചി ഇപ്പം മരിക്കും എന്നുള്ളൊരു അവസ്ഥയിൽ അമ്മച്ചിക്ക് ശ്വാസം മുട്ടല് പറയാൻ പറ്റില്ല. അപ്പൊ ഞാൻ നോക്കിയപ്പോ എന്റെ പെരക്കകത്ത് പ്രൊഡക്റ്റുകൾ എല്ലാം തന്നെ ഇരിപ്പുണ്ട്. അമ്മച്ചി ഓരോ ബുദ്ധിമുട്ട് പറയുന്നതനുസരിച്ച് ഞാൻ വെൽഹാർട്ട് കൊടുക്കുന്നു, ആയുശ്വാസ് കൊടുക്കുന്നു, കഫ്നിൽ കൊടുക്കുന്നു. കാരണം ഇത് നമുക്ക് മെഡിസിൻ അല്ലാത്തതിന്റെ പേരിൽ നമ്മുടെ സപ്ലിമെന്റ് നമ്മുടെ ശരീരത്തിൽ ചെന്ന് റിസൾട്ട് കിട്ടാൻ ഒരു അല്പസമയം പിടിക്കും. അപ്പം ആ റിസൾട്ട് കാത്തു നിൽക്കാതെ കൊണ്ട് തന്നെ അമ്മച്ചി കാണിക്കുന്ന ഓരോ ബുദ്ധിമുട്ടുകൾക്കും അമ്മച്ചിക്ക് സപ്ലിമെന്റ് കൊടുത്തോണ്ടിരിക്കുക. വെള്ളം അതുപോലെ ശരീരത്തിലേക്ക് കൊടുക്കാൻ ആഡ് ചെയ്യാനും പറ്റുന്നില്ല. അപ്പൊ നാത്തൂനും ഒക്കെ വന്നു. അപ്പൊ അവര് ഹോസ്പിറ്റലിൽ കൊണ്ടാകാനായിട്ട് റെഡിയായി. അപ്പൊ അമ്മച്ചി എന്ത് ചെയ്ത്, അപ്പൊ അമ്മച്ചി പറഞ്ഞു, അമ്മച്ചി ഇപ്പം മരിക്കും, അമ്മച്ചിക്ക് ആ മുറി കിടന്ന് മരിക്കണം, ആ കട്ടിലെ കിടന്ന് മരിക്കണം. ഒരു തരത്തിൽ അമ്മച്ചി സമ്മതിക്കില്ല. ലാസ്റ്റ് നാത്തൂന്റെ മോൻ വഴക്കുണ്ടാക്കി. രാത്രിയില് നേരം വെളുത്ത് ഞങ്ങൾ എല്ലാവരും പല വഴിക്ക് പോവാ. ഞാൻ തനിച്ച്, ആന്റി മാത്രമേ ഇവിടെ ഉണ്ടാവുകയുള്ളൂ, അതുകൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. എന്നോട് പറഞ്ഞു, പെട്ടെന്ന് അമ്മയെ തയ്യാറാക്കാൻ ആന്റി എന്ന് പറഞ്ഞു. അപ്പൊ ഞാനും നാത്തൂനും കൂടെ പെട്ടെന്ന് അമ്മച്ചിയെ തയ്യാറാക്കി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഹോസ്പിറ്റലിന്റെ പടി വരെ എത്തിയിട്ടുണ്ട് അമ്മച്ചി ശാന്തമായി. കാരണം നമ്മൾ കൊടുത്തിരിക്കുന്ന സപ്ലിമെന്റിന് റിസൾട്ട് കിട്ടണമെങ്കിൽ ഒരു അല്പസമയം നമ്മൾ വെയിറ്റ് ചെയ്തേ പറ്റുള്ളൂ. അതിനുള്ള ഒരു ടൈമിങ് വീട്ടിൽ കൊടുക്കാൻ പറ്റിയില്ല. അമ്മച്ചിനെ കൊണ്ടുപോയി വെള്ളവും കൊടുത്തു, ഇതുമൊക്കെല്ലാം കൊടുത്തു. അമ്മച്ചീനെ വിട്ടു. ഹോസ്പിറ്റലിന്റെ വാതിൽക്കൽ ചെന്നപ്പോ അമ്മച്ചി ഹാപ്പിയായി, ആൾ ഓക്കെ ആയി. പക്ഷെ ഹോസ്പിറ്റലിൽ ചെന്നപ്പം അവർക്ക് എന്തെങ്കിലും ചെയ്തല്ലേ പറ്റുള്ളൂ, എങ്കിലല്ലേ അവർക്ക് ചാർജ് ഈടാക്കാൻ പറ്റുള്ളൂ. അവര് നോക്കിയപ്പോ ഒരു പ്രശ്നവും അമ്മച്ചിക്കില്ല. ജസ്റ്റ് അവരൊരു ഇഞ്ചക്ഷൻ എടുത്തു. ഇനി ശ്വാസം മുട്ടൽ വരുവാണെങ്കിൽ കൊടുക്കാൻ പറഞ്ഞൊരു ക്യാപ്സൂളും കൊടുത്ത് അമ്മച്ചിനെ തിരിച്ചിങ്ങോട്ട് വിട്ടു. അപ്പൊ ഞാനും ഹോസ്പിറ്റലിൽ പോയവരുടെ വിവരം അറിയാനുണ്ട്. ഞാനിങ്ങനെ ഭയങ്കര ടെൻഷൻ എടുത്തിരിക്കുമ്പോ അങ്ങോട്ട് പോയതിനേക്കാൾ സ്പീഡിൽ വണ്ടി തിരിച്ച് വീട്ടിലേക്ക് വന്നു. അപ്പൊ പെട്ടെന്നൊരു പേടി ഉള്ളിൽ വന്നു, എന്താണ് ദൈവമേ. അപ്പൊ വന്നപ്പോ വളരെ ഹാപ്പി ആയിട്ട് നാത്തൂനെ അറിഞ്ഞു. ഞാൻ ചോദിച്ചു, എന്ത് പറഞ്ഞടി? അമ്മച്ചിക്ക് ഒരു കുഴപ്പമില്ല, അമ്മച്ചി ഹാപ്പി. ആസ്പത്രിന്റെ പടി ചെന്നപ്പോഴും അമ്മച്ചി ഓക്കെ ആയി, ഒരു കുഴപ്പമില്ല. അങ്ങനെ വലിയൊരു റിസൾട്ട് ആയിരുന്നു ഞങ്ങളുടെ കുടുംബത്തിന് തന്നെ. അതോടുകൂടി അവർക്കൊക്കെ ഭയങ്കര വലിയ വിശ്വാസമായി. പിന്നെ അത് കഴിഞ്ഞിട്ട് അടുത്ത റിസൾട്ട് എന്റെ വീടിനടുത്ത് ഞങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട തന്നെ ഒരു മോനാണ്. അതിന് വെരിക്കോസ് വന്നിട്ട് അവന്റെ ഞരമ്പുകളൊന്നും ഇനി കട്ട് ചെയ്ത് കളയാനില്ല. അവനെ കാണുന്ന ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഡോക്ടേഴ്സിന് പേടിയാണ് അവനെ കാണുമ്പോൾ. കാരണം ഈ ഞരമ്പ് ഇങ്ങനെ കട്ട് ചെയ്ത് അവർ മടുത്തു. അങ്ങനെ അപ്പം ഈ വെരിക്കോസ് അൾസർ ആയിട്ടും അവന് വെരിക്കോസിനാണ് ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്. രോഗത്തിനോ അല്ലെ രോഗകാരണത്തിനോ നമ്മൾ സപ്ലിമെന്റ് കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് റിസൾട്ട് കിട്ടത്തുള്ളൂ. അപ്പൊ ഇവിടെ ഒരു ഹോം മീറ്റിംഗ് ജോർജ് സാറിന്റെ പെങ്ങളുടെ വീട്ടിൽ വെച്ച് ഹോം മീറ്റിംഗ് നടത്തിയപ്പം ആ ക്ലാസ് കേട്ട് കഴിഞ്ഞപ്പോ മനോജ് സാറിന്റെ ഒക്കെ ക്ലാസ് കേട്ടപ്പോ എനിക്ക് മനസ്സിലായി അവന് വെരിക്കോസ് അല്ല എന്നുള്ളത് എനിക്ക് 100% എനിക്ക് ബോധ്യമായി. അപ്പൊ അവിടുന്ന് ക്ലാസ് കഴിഞ്ഞ് വന്നപ്പോ തന്നെ അവനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, നിന്റെ കാല് ഞാൻ ഉണക്കും. അപ്പൊ അവൻ പറഞ്ഞു, ഓക്കെ ചേച്ചി ഉണക്കാമെങ്കിൽ ഉണക്കിക്കോ. ഞാൻ പറഞ്ഞു, ഞാൻ പറയും പോലെ നീ കേട്ടാൽ കൃത്യമായിട്ട് നിന്റെ കാല് ഞാൻ ഉണക്കിയിരിക്കും. കാരണം കാല് കണ്ടാൽ നമുക്ക് പേടിയാകും. അതുപോലെ നീര് കളർത്ത് പൊട്ടി കെട്ടില്ലാത്തൊരു ദിവസങ്ങളില്ല. എവിടെയെങ്കിലും തട്ടിയാൽ ഉടനെ ബ്ലഡ് ചീറ്റുന്ന ഒരവസ്ഥ, പുറത്തു പോകാൻ പറ്റുന്നില്ല. അങ്ങനെ വെച്ച് കെട്ടിക്കൊണ്ടിരുന്ന അവന് 9 മാസം നമ്മുടെ സപ്ലിമെന്റ് കൊടുത്തു. 9ാമത്തെ മാസം അവനിവിടെ എന്റെ വീട്ടിൽ രാവിലെ വന്നു.
പിന്നെ ബെല്ലടിച്ച് തുറന്ന് വാതിൽ തുറന്നപ്പോഴേ എന്റെ ഹസ്ബൻഡും ചിറ്റപ്പ ഇത് കണ്ടോ മോളി ചേച്ചി എന്റെ കാലുണക്കി എന്നും പറഞ്ഞാണ് അവൻ വീട്ടിൽ വരുന്നത്. അവന് കൊടുത്ത പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഡെയിലി ഡീറ്റോക്സ്, സ്പൈർന ഗോൾഡ്, നോവേദന ജെല്ല്, നോവേദന ക്യാപ്സോള്, ചാമ്പി തൈലം, നീം സോപ്പ്, ബ്ലഡ് പ്യൂരിഫയർ, ഇത്രയും പ്രൊഡക്റ്റ് ആണ് അവന് കൊടുത്തത്. പിന്നെ അവന്റെ കാലിന്റെ കളറുകൾ മാറാൻ വേണ്ടിയിട്ട് നമ്മുടെ വൈനർ ക്രീമും കൂടി നമ്മൾ കൊടുത്തിരുന്നു. ഭയങ്കര വലിയ റിസൾട്ട് ആയിരുന്നു അത്.